ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 42 ശകടാസുരവധം ശ്ലോകം 3. തതസ്തദാ കർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാ വ്രജാംഗനാ ഭവന്തമന്തർദൃശു സമന്തതോ വിനിഷ്പതദാരുണദാരുമധ്യകം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. തദാകർണന സംഭ്രമ ശ്രമ പ്രകമ്പിവക്ഷോജഭരാ. അതുവരേക്കും അർത്ഥം ഒന്നിച്ചു നോക്കാം. തദ അനന്തരം തദാകർണന സംഭ്രമ ശ്രമ പ്രകമ്പിവക്ഷോജഭരാ. അതിൻ്റെ അർത്ഥം ആ ശബ്ദം കേട്ട് പരിഭ്രമിച്ച് ഓടിയെത്തുന്ന ആയാസം കൊണ്ട് കുലുങ്ങുന്ന കുജങ്ങളോട് കൂടിയവരായ വ്രജാംഗന ഗോപസ്ത്രീകൾ. വ്രജാംഗന അവിടെ നീട്ടിയിട്ട് വിസർഗണ്ട്. വ്ര എന്നാണ്, വൃന്നാവാതെ ശ്രദ്ധിച്ചോളൂ. ഇതിലെ അക്ഷരങ്ങൾ നോക്കാം. സംഭ്രമ എന്നുള്ളതിൻ്റെ ഭ്ര നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വക്ഷോജഭര ക്ഷ എന്നുള്ള അക്ഷരം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവന്തം അന്തർ ദൃശു സമന്തതോ ചേർത്തിട്ട് ഭവന്തമന്തർ ദൃശു സമന്തതോ. അർത്ഥം നോക്കാം. ഭവന്തം ദൃശു അങ്ങയെ കണ്ടു, അന്ത ഗൃഹത്തിനുള്ളിൽ, സമന്തത ചുറ്റിനും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ഭവന്തം എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ദൃശു ദ എന്നുള്ളത് ദയിലത്തെ ദ എന്നാണ്. ദൃശു അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമന്തതോ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലാനുള്ളതാണ്. ദ എന്നുള്ളത് ചേർത്ത് ചൊല്ലുമ്പോൾ ദൃശു അങ്ങനെ വരും. എന്താ എന്നുള്ളത് 2-3 സ്ഥലത്ത് വരുന്നുണ്ട്. ന ത എന്നാണ് എന്ത, ചന്തം എന്നൊക്കെ പറയുന്ന പോലെ. ഭവന്തം അന്തർ സമന്തത അങ്ങനെ 3 സ്ഥലത്ത് വരുന്നുണ്ട്. ഒരേപോലത്തെ എന്ത എന്നുള്ളത് ഒരേ ഉച്ചാരണമാണ്. വിനിഷ്പതദ് ദാരുണ ദാരു മധ്യകം ചേർത്തു ചൊല്ലുമ്പോൾ വിനിഷ്പതദാരുണ ദാരു മധ്യകം. അതിൻ്റെ അർത്ഥം ഒന്നിച്ച് നോക്കാം. വിനിഷ്പതദാരുണ ദാരു മധ്യകം പൊടിയുന്ന ഭയങ്കരമായ മരക്കഷ്ണങ്ങളുടെ മധ്യകം മധ്യത്തിൽ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ വിനിഷ്പത എന്നുള്ളതിൻ്റെ ഷ്പ എന്നുള്ളത് ഒട്ടും മൂന്നണ്ട. ദാരുണ വിനിഷ്പതദ് ദാരുണ അത് 2 ദ എന്ന് ചേർത്തിട്ടാണ് ദ ഒന്ന് ഊന്നി പറഞ്ഞാൽ മതി. ദാരു ദയിലത്തെ ദ എന്നാണ്. മധ്യകം ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മധ്യകം. തതസ്തദാകർണന സംഭ്രമ ശ്രമ പ്രകമ്പിവക്ഷോജഭരാ വ്രജാംഗനാ ഭവന്തമന്തർദൃശു സമന്തതോ വിനിഷ്പതദാരുണദാരു മധ്യകം. അടുത്തത് 4ാമത്തെ ശ്ലോകം. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്ന ശ്രുജലാർദ്രലോചനാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ശിശോരഹോ കിം കിം അഭൂത് ഇതി ദ്രുതം ചേർത്ത് ചൊല്ലുമ്പോൾ ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം. ശിശോ ശിശുവിന്, അഹോ കഷ്ടം, കിം കിമഭൂത് എന്തു സംഭവിച്ചു,
ഇതി എന്ന് പറഞ്ഞുകൊണ്ട് ദ്രുതം പെട്ടെന്ന്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ കിം അഭൂത് എന്നുള്ളതിൻ്റെ ഭൂ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പ്രഥാവ്യ നന്ദ അവിടെ വിസർഗം. പശുപാശ്ച ഭൂസുരാ നീട്ടിയിട്ട് വിസർഗം. പ്രഥാവ്യ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നന്ദ നാ ദ എന്നാണ് അവിടെ വിസർഗമുണ്ട്. പശുപാശ്ച ഭൂസുരാ നീട്ടിയിട്ട് വിസർഗം. ശ്ച ശ ച എന്നാണ്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രഥാവ്യ ഓടി വന്നിട്ട് നന്ദഗോപനും പശുപ ഗോപന്മാരും ഭൂസുരാശ്ച ബ്രാഹ്മണരും. ഭവന്തം ആലോക്യ യശോദയാ ധൃതം ചേർത്ത് ചൊല്ലുമ്പോൾ ഭവന്തമാലോക്യ യശോദയാ ധൃതം. ഭവന്തം എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധൃതം എന്നുള്ളതിൻ്റെ ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭവന്തം അങ്ങയെ ആലോക്യ കണ്ടിട്ട് യശോദയാൽ ധൃതം എടുക്കപ്പെട്ടിരിക്കുന്ന. സമാശ്വസൻ അശ്രുജലാർദ്രലോചനാ നീട്ടിയിട്ട് വിസർഗം. ചേർത്ത് ചൊല്ലുമ്പോൾ സമാശ്വസൻ അശ്രുജലാർദ്രലോചനാ. സമാശ്വസൻ സമാശ്വസിച്ചു. അശ്രുജലാർദ്രലോചന കണ്ണീരണിഞ്ഞ് നനഞ്ഞ കണ്ണുകളോട് കൂടിയവരായി. ലാസ്റ്റിൽ ജലാർദ്രലോചന നീട്ടിയിട്ട് വിസർഗം പറഞ്ഞ് നിർത്തണം. ലോചന എന്നാണ് ജ എന്നാവരുത്. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രഥാവ്യനന്ദ പശുപാശ്ച ഭൂസുരാ. ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.